ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമുക്ക് ഒരു ഇഞ്ചിക്കറി വെച്ചാൽ ഇത് 1.5-2 ആഴ്ചയോളം പുറത്തിരുന്ന് കഴിഞ്ഞാൽ ഇത് പന്നലാവത്തില്ല കേട്ടോ. ഫ്രിഡ്ജ് വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ ഇത്ര ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വട്ടത്തിലരിഞ്ഞതാണ്. ഇതേപോലൊക്കെ ഒന്ന് നമുക്ക് എണ്ണയിലൊന്നും വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം. വെളിച്ചെണ്ണയൊക്കെ എന്താ പതയുന്നതെന്ന് അറിയത്തില്ല. സാധാരണ പറയുന്നതൊക്കെ നല്ല ഒറിജിനൽ വെളിച്ചെണ്ണയാണെങ്കിൽ ഒരു കുപ്പി ഗ്ലാസ്സിനകത്ത് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടയ്ക്ക് ഇരിക്കും. ഇപ്പോൾ അതിനകത്ത് വേറെ എന്തെങ്കിലും ഓയിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ രണ്ടായിട്ട് വേർതിരിച്ച് കിട്ടുമെന്നൊക്കെ പറയുന്നത് കേൾക്കാം. പക്ഷേ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല കട്ടിയായിട്ടാണ് കിട്ടിയത്. എല്ലാം നമ്മൾ വിഷമാണ് കഴിക്കുന്നത്. അറിഞ്ഞ് കുറച്ച് കഴിക്കുന്നു, അറിയാതെ അതിലേറെ വിഷം കഴിക്കുന്നു. എന്തെങ്കിലും ആട്ടെ. ഇഞ്ചിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവം. പിന്നെ അതിന് നേരത്തെ ഞാൻ കുറച്ച് കൊച്ചുള്ളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം നന്നായിട്ട് പെട്ടെന്ന് തൊലി ഇളകി കിട്ടും നമുക്ക്. എത്ര കുഞ്ഞുള്ളിയാണെന്നോട് ഇങ്ങനെ ചെയ്താൽ മതി. പിന്നെ 2 സ്പൂണ് മുളക് പൊടിയും കൂടെ ഒന്ന് വറുത്ത് ആ ഇഞ്ചി കൂടെ ചേർത്ത് ഞാൻ ഒരു തരുതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. അതാണ് ഇതിൻ്റെ ഒരു പരുവ്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അത് വല്ലാതായിപ്പോവും. പിന്നെ ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിലൊക്കെ ആവശ്യത്തിന് പുളിയും കൂടെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം പുളിയെ നന്നായിട്ട് നമുക്ക് കിട്ടും. ആ പുളിയുടെ പുളി മൊത്തം നമുക്ക് ആ വെള്ളത്തിൽ കിട്ടും. ഞാൻ അന്നേരം ഉള്ളിയൊക്കെ നന്നായിട്ട് കഴുകി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വട്ടത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ബാക്കിയിരുന്ന എണ്ണയ്ക്കകത്തോട്ട് ആദ്യം നമുക്ക് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് ആവശ്യത്തിന് കടുകിടാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. അതിനകത്തോട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ചെറിയ തീയിലിട്ടിരുന്നാൽ മതി. നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. നന്നായിട്ടത് ഫ്രൈ ആയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചിക്കറി പന്നലായി പോകും. പുറത്ത് ഭയങ്കര മഴയാണെങ്കിൽ മഴ, വെയിലാണെങ്കിൽ വെയിൽ. എന്താണ് പറയുക, വെള്ളപ്പൊക്കമൊന്നും ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു. അതേ ഉള്ളൂ പ്രാർത്ഥന. അപ്പോഴത്തേക്ക് നമ്മുടെ ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പരുവം. അതിനകത്തോട്ട് ഞാൻ ആ ഒരു മിക്സിനകത്തോട്ട് ഞാൻ ആവശ്യത്തിന് പുളിവെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് എത്രയാണോ കുറുകിയുള്ള പരുവം വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇത്തിരി കുറുക്കിയാണ് എടുക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ശർക്കര ആണെങ്കിലും മതി. ഞാനൊരു 1/4 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇത്തിരി കായപ്പൊടിയും. നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ വേറെ തേങ്ങ അരച്ചുള്ള ഒരു ഇഞ്ചിക്കറിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒന്ന് പോയി കണ്ടാൽ അതും ടേസ്റ്റിയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.